അവിടെ എത്തിയോ? ഇന്നലെ അവിടെ ഇല്ലാത്ത കാരണം എന്റെ ലോട്ടറി മുഴുവൻ തീർന്നു. എത്തിയോ? എന്താ ഒരു സന്തോഷം? വല്ല ബമ്പർ വല്ലതും അടിച്ചോ? ഇന്നലെ നീ ഇല്ലായിരുന്നല്ലോടി. ഇന്നലെ നിനക്ക് വല്ല പുതുവെണ്ണിനെ അലങ്കരിക്കാനുള്ള കൊട്ടേഷൻ വല്ലതും കിട്ടിയാടി നിനക്ക്? പുതുവെണ്ണിനെ അലങ്കരിക്കാനുള്ള കൊട്ടേഷൻ ഒന്നും അല്ല, കെട്ടിയാലും വയ്യായിരുന്നു. അങ്ങനെ ആശുപത്രി കൊണ്ടുപോകാനുള്ള കൊട്ടേഷൻ ആയിരുന്നു. അങ്ങേർക്ക് എന്ത് പറ്റി? അങ്ങേർക്കേ മൂലക്കുരു. അത് ശരി, മൂലക്കുരുവാ? അത് നല്ല നാളിന്റെ ലക്ഷണമാണല്ലേ. മൂലക്കുരു നല്ല നാളിന്റെ ലക്ഷണമോ? മൂലനാള്. ആ മൂലനാളും കൂടൊന്നും അല്ല, മൂലത്തിനുണ്ടാവുന്ന ഒരു കുരുവാണിത്. കുരു. അതൊക്കെ പോട്ടെ, നിനക്ക് ഈ പൂ വിറ്റ് കിട്ടുന്ന കാശേ നിനക്ക് അദ്ദേഹത്തിന്റെ മൂലക്കുരു മാറ്റാനുള്ള പൈസ വല്ലതും കിട്ടുവാടി? എന്ത് പറയാനാ, ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇവിടെ രാവിലെ വന്ന് പൂക്കച്ചവടവും ചെയ്ത് രാത്രി അങ്ങോട്ട് ചെല്ലുമ്പം കുരുവോടെ കുരു. 10-15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ടില്ല. നമ്മളവിടെ ചിലപ്പോ അങ്ങേർക്ക് ബാക്കിലും കുരു, ഫ്രണ്ടിലും കുരു. അത് ശരി, കേട്ടിട്ട് നോണമാവുന്നു. അതൊക്കെ പോട്ടെ, ഞാൻ എന്റെ ജോലി തുടങ്ങാം. നാളെയാണ് ലോട്ടറിയുടെ ഞെരക്കെടുപ്പ്. ഭാഗ്യം നാളെയാണ്. ഇരിക്കുന്നു ആ സുന്ദരി കുട്ടിയെ കണ്ടോ? ഓ മഞ്ജു, മഹാലക്ഷ്മിയാണ് കേട്ടോ. ആ മുഖം കണ്ടാലറിയാം. ഒരു ലോട്ടറി എടുത്ത് ചേട്ടി ചേച്ചി. ദേ കിടക്കുന്നു. ഓ ഭാഗ്യം ആ ചേച്ചിയെ തേടി. ഭാഗ്യമൊന്നും പറയണ്ട. അതെ, ഇയാളെ ലോട്ടറി എടുക്കാൻ വന്ന ചേച്ചിയൊന്നുമില്ല. എന്റെ നമ്മളിട്ട് ഒരു മുഴം പൂ ആ ചേച്ചിയുടെ തലയെ വെക്കുമ്പോൾ ആ മുടിന്റെ ഐശ്വര്യം എന്നാ അങ്ങോട്ട് കണ്ടു കൊടടി. കെട്ടി ആ അടുത്തിരിക്കുന്ന ചേട്ടനെ കണ്ടോ? എന്ത് ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്ക. ചേട്ടന്റെ പേര് നസീറെന്നാ. ഞാൻ വന്നപ്പോ മുതൽ ആ ചേട്ടന്റെ കണ്ണ് എന്നിൽ തന്നെയാണ്. ആ ചേട്ടന്റെ മനസ്സ് ഞാൻ വായിച്ചു കഴിഞ്ഞു. എന്താ ആ ചേട്ടന്റെ ഒരു ലക്ഷണം. ആ ചേട്ടനെ എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ആ കണ്ണുകൾ ആ ബെമ്പർ തേടിയിരിക്കുക. ചേട്ടാ ഒരു ലോട്ടറി റെഡി കേട്ടോ. ചേട്ടാ ഒരു വെക്കാൻ പറ്റിയ ഒരു സാധനം. എന്താടി എനിക്കുള്ള പുരുഷത്തിന്റെ കുറവ്? അയ്യോ പുരുഷത്വമാണ്. എന്താടി എന്റെ പുരുഷത്വത്തിനൊരു കുറവോ? എല്ലാം കൂടുതലേ ഉണ്ട്. മൊത്തത്തിൽ കാണാൻ മൊത്തം ബ്ലാങ്ക് ആയിരിക്കും. കൊള്ളാമല്ല, നല്ല മാലയാണല്ലോ. അയ്യോ എന്നെ എവള് വഞ്ചിക്കേ. അയ്യോ എല്ലാരും ഓടി വരണേ. അയ്യോ ഇയാളെ മാലയെ നോക്കിയപ്പോ ഇയാളെ വഞ്ചിക്കുവന്നോ? എന്റെ ശരീരത്തിൽ വരെ ആരും തൊട്ടിട്ടില്ല. എല്ലാരും ഓടി വരണേ. ഇങ്ങനെയൊക്കെ മാനവോ? എന്തോ നിങ്ങൾക്ക് മാനമുണ്ടോ? എന്റെ മാനം പോയേ. ഞങ്ങളെപ്പോലുള്ളവര് ഈ ലോകത്തിൽ എല്ലാവർക്കും ഞങ്ങളെപ്പോലുള്ളവർക്കും രക്തം തന്നെയാണ് ഓടുന്നത്. ശരീരത്തിൽ രക്തം തന്നെയാണ് ഓടുന്നത്. ഞങ്ങളെ ആരും വകവയ്ക്കാറില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും ആരും വകവയ്ക്കാറില്ല. ഞങ്ങളുടെ ശരീരത്തിൽ ഓടുന്നത് രക്തം തന്നെയാണ്. നിങ്ങൾ ഓർക്കണം. ചേട്ടാ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ചേട്ടന് വിഷമം വരാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നീ എന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞത്? ചേട്ടന് മാല ഒക്കെ ഉണ്ട്. അവിടെ ഉണ്ട് മാല, ഇവിടെ ഉണ്ട് മാല. ഞാൻ അങ്ങ് സമ്മതിച്ചു. ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങളിൽ നിന്ന് ഒരു മാല അങ്ങ് മേടിച്ചോളാം. നീ എന്നിൽ നിന്നും ഒരു ലോട്ടറി അങ്ങ് മേടിക്ക്. നമ്മുടെ പിണക്കം അങ്ങനെ തീരട്ടെ. അതാ നല്ലത്. ഒരു മുഴം മാല. പക്ഷേ ഈ മാല കൊണ്ട് ചേട്ടൻ ആർക്ക് കൊടുക്കും? എനിക്കറിയില്ല. ആർക്ക് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങനെയാണ് ഈ ഭൂമുഖത്തിൽ ജനിച്ചത്. ആർക്ക് കൊടുക്കണമെന്നോ ആര് മേടിക്കുമെന്നോ ഞങ്ങൾക്കറിയില്ല. ഒരു ലോട്ടറി എടുത്തേറെ. ഒരു മുഴം പൂ ഇരിക്കട്ടെ. ഈ ഒരു മുഴം പൂവിന് നാളത്തെ നമ്പർ എനിക്കായിരിക്കും അല്ലേ? നാളത്തെ നമ്പർ ഇയാൾക്ക് തന്നെ. പക്ഷെ ഈ മാലയുടെ ഒരു കൂലി എന്റെ ഇത് തന്നെയാണ്. കൂലി. പക്ഷേ
നിങ്ങൾ എല്ലാവരും ഓർക്കണം. നിങ്ങൾ എല്ലാവരും ഓർക്കണം, ഇനി മുതൽ ഞങ്ങളെ ആരും കുറ്റപ്പെടുത്താൻ പാടില്ല. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങളും മനുഷ്യരാണ്. നീ എന്തേ പറഞ്ഞു?